എയർ ആൻഡ് വാട്ടർ. നമ്മൾ ഈ ടെക്സ്റ്റിൽ പഠിക്കുന്ന ചില ചാപ്റ്ററുകളൊക്കെ ജനറൽ ചാപ്റ്ററുകളാണ്. ഇതിൽപ്പെട്ട ഒരു ജനറൽ ചാപ്റ്ററാണ് എയർ ആൻഡ് വാട്ടർ. നമുക്ക് ചുറ്റുഭാഗമുള്ള എയർ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഈ രണ്ട് സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊള്യൂഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, എയർ എന്ന് പറയുന്നത് കുറേയധികം മിക്സ്ചറുകൾ കൂടിച്ചേർന്നതാണ്. കുറേയധികം ഗ്യാസുകളുടെ ഒരു മിക്സ്ചറാണ് എയർ എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു അബയോട്ടിക് കോമ്പണൻ്റ് കൂടെയാണ് എയർ. എയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നാച്ചുറൽ റിസോഴ്സാണ് എയർ എന്ന് പറയുന്നത്. ലിവിങ് ഓർഗാനിസത്തിനെല്ലാം, അത് പ്ലാന്റ്സ് ആവട്ടെ ആനിമൽസ് ആവട്ടെ, എന്താണെങ്കിലും എയർ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല. ഒരു മനുഷ്യൻ 22,000 തവണ ഒരു ദിവസം ശ്വസിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 16 കിലോഗ്രാം എയർ നമ്മളെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് വരും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജൻ മാത്രമാണ്, പക്ഷെ മൊത്തം എയറിൻ്റെ അളവാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ വാട്ടറും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഭൂമിയിൽ മനുഷ്യജീവൻ തന്നെ നിലനിൽക്കുന്നത് വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. വാട്ടർ ഇല്ല എങ്കിൽ ഭൂമിയിൽ മനുഷ്യജീവൻ തന്നെ നിലനിൽക്കില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റിന്യൂവബിൾ റിസോഴ്സാണ്. വാട്ടർ ആണെങ്കിലും എയർ ആണെങ്കിലും, ഓക്സിജനാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്വസിക്കുന്ന സാധനം. റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സാണ്. പക്ഷേ അത് റിന്യൂ ചെയ്ത് വരാൻ വേണ്ടി കുറേ സമയമെടുക്കും. വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ 70% 2/3 വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളം എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്, മറ്റു പല രീതിയിലാണ്. ഒന്നുകിൽ ഗ്യാസസ് ഫോമിൽ മഞ്ഞുകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഐസ് മഞ്ഞ് മലകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ കടൽ വെള്ളമായിട്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് പല രീതിയിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കോമ്പോസിഷൻ ഓഫ് എയർ നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യകാലങ്ങളിൽ ആൻഷ്യൻ്റ് ഫിലോസഫേഴ്സൊക്കെ ഈ എയർ എന്ന് പറയുന്ന ഒരു സാധനമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. 1674 മേയോ ആണ് ആദ്യമായിട്ട് ഇതൊരു ഒറ്റ സാധനമല്ല, കുറേയധികം ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് എയർ ഉണ്ടായിട്ടുള്ളത് എന്ന് 1674 ആദ്യമായിട്ട് പറയപ്പെടുന്നത്. 1789 ലാവോസിയർ ആണ് ആക്റ്റീവ് എലമെൻ്റ് ആയിട്ട് ഓക്സിജൻ, ഭൂമിയുടെ എയറിൻ്റെ 1/5 ഓക്സിജൻ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള നൈട്രജൻ 4/5, 4 നൈട്രജൻ ആണ് എന്നൊക്കെ പറയുന്നത് 1789. ഇപ്പം നിലവിൽ നമ്മൾ കണ്ടെത്തിയതനുസരിച്ച് ഭൂമിയിലുള്ള അന്തരീക്ഷത്തിലുള്ള മിക്സ്ചറുകൾ പ്രധാന ഘടകം നൈട്രജൻ തന്നെയാണ്. 78.03% നൈട്രജനാണ്. ഓക്സിജൻ 20.09%. അതുപോലെ ആർഗൺ ഉണ്ട് 0.94%. കാർബൺ ഡൈ ഓക്സൈഡ് 0.033%. ഓക്കെ. അതുപോലെ തന്നെ നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൂടെ 0.002%. ഇത്രയാണ് നിലവിലുള്ള കോമ്പോസിഷനായിട്ട് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ വേപ്പർ ഉണ്ടാവും, പൊടിപടലങ്ങൾ ഉണ്ടാവും, അതേപോലെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന സൂട്ട് പാർട്ടിക്കിൾസ്, കാർബൺ ശരിക്കും കത്താതെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതൊക്കെ അന്തരീക്ഷത്തിൻ്റെ ഘടകങ്ങളായിട്ട് ഉണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻസ് ഓഫ് വേരിയസ് കോമ്പണൻസ് ഓഫ് എയർ ആണ്. എയറിൽ നമ്മൾ പല കോമ്പണൻറ്റും പറഞ്ഞു, നൈട്രജൻ, ഓക്സിജൻ, കുറേ സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുള്ള ഇമ്പോർട്ടൻസ്, ഓരോന്നിൻ്റെയും പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മനുഷ്യന് ഉപയോഗപ്രദമാണെന്നല്ല, വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അതുപോലെ തന്നെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഓക്സിജൻ, നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും. ഈ ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒന്നും ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വാട്ടർ വേപ്പർ, അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങളാണ്. ഇതിൽ ഓരോന്നിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഓക്സിജൻ. നമ്മൾ ഭൂമിയുടെ സർഫസിലാണ് ജീവിക്കുന്നത്, അല്ലേ? ഈ സർഫസ് മുഴുവൻ, ഭൂമിയുടെ സർഫസ് മുഴുവൻ എയർ കൊണ്ട് സറൗണ്ട് ചെയ്യുക, ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓക്സിജൻ.
ഓക്സിജൻ ഇല്ലാതെ ജീവൻ സാധ്യമല്ല. ഇതിൻ്റെ പ്രധാന ഈ ഉപയോഗങ്ങൾ: ഓക്സിജൻ ഇസ് നെസസറി ഫോർ റെസ്പിറേഷൻ. ഏകദേശം എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം, അല്ലേ? തീ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ തീ കമ്പസ്റ്റൻ എന്നൊരു പ്രോസസ്സ് നടക്കൂല, മുമ്പ് പഠിച്ചതാണ്. അതുപോലെ ലിക്വിഡ് ഓക്സിജൻ, LOX എന്ന് വിളിക്കുന്ന ലിക്വിഡ് ഓക്സിഡൻറ്റ് നമ്മളെ റോക്കറ്റുകളിലൊക്കെ ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഓക്സിജനാണ് അക്വാറ്റിക് ആനിമൽസിന് ശ്വസിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. മത്സ്യങ്ങൾക്കും അതേപോലെ ജലത്തിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്കും അതേപോലെ സസ്യങ്ങൾക്കൊക്കെ ജലത്തിൽ ലയിച്ച് ചേർന്നുള്ള ഓക്സിജനാണ് ആവശ്യം. ഓക്സിജൻ സിലിണ്ടറുകൾ, നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറേ ഭൂമിയുടെ കുറേ അടിയിലേക്ക്, കടൽ വെള്ളത്തിൽ കുറേ താഴത്തേക്ക് പോകുന്ന ആളുകൾ, അതേപോലെ ഉള്ള ആളുകളൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ അന്തരീക്ഷത്തിൽ സാധനങ്ങൾ നശിക്കുന്നത്, ഈ മെറ്റലിൻ്റെ കൊറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഓക്സിജനാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതും ചെമ്പ് ക്ലാവ് പിടിക്കുന്നതും അലൂമിനിയത്തിന് ഒരു ബ്ലാക്ക് കോട്ടിങ് വരുന്നതൊക്കെ ഓക്സിജൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഇനി മെഡിക്കൽ യൂസ്, നമ്മൾ സാധാരണ ആസ്മ അതേപോലെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഓക്സിജൻ കൊടുക്കാറുണ്ട്. വെന്റിലേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ അനസ്തേഷ്യക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഓപ്പറേഷന് വേണ്ടി അനസ്തേഷ്യ കൊടുക്കാറില്ല, ആളുകൾ മയക്കാറില്ലേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെയും നൈട്രസ് ഓക്സൈഡിൻ്റെയും കൂടെ ഒരു മിക്സറാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസുകളുണ്ട്. സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ഇരുമ്പിലുള്ള ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുക, കത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള മാലിന്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ കട്ടിങ് ആൻഡ് വെൽഡിങ് പർപ്പസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്സിജൻ ഇസ് മിക്സ്ഡ് വിത്ത് ഹൈഡ്രജൻ. നമ്മൾ ഹൈഡ്രജൻ ടോർച്ച് അല്ലെങ്കിൽ അസറ്റൈലിനുമായിട്ട് ഓക്സിജൻ മിക്സ് ചെയ്യും, അല്ലെ? അതിനെ ഓക്സാസറ്റൈലിൻ ടോർച്ച് എന്ന് വിളിക്കും. ഈ മിക്സ്ചറുകൾ കത്തിക്കും, എന്നിട്ട് വെരി ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ചിട്ട് വെൽഡിങ് വേണ്ടിയിട്ട്, വെൽഡിങ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓക്സിജന് സൾഫ്യൂരിക് ആസിഡിന് മാനുഫാക്ചർ ഉപയോഗിക്കാറുണ്ട്. സൾഫറിൽ നിന്നും അതുപോലെ നൈട്രിക് ആസിഡിൽ നിന്ന് അമോണിയ നിർമ്മിക്കാൻ, സൾഫറിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ ഒക്കെ ഓക്സിജന് ഉപയോഗിക്കാറുണ്ട്. ഓക്സിജൻ്റെ ഹാംഫുൾ എഫക്റ്റുകൾ: ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്. നമ്മൾ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നാണ് ഈ മെറ്റലുകൾ നശിച്ചു പോകുന്നുള്ളത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുക, നമ്മൾ വലിയൊരു പാലം ഉണ്ടാക്കും, പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ പാലത്തിൻ്റെ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിച്ചുകൊണ്ട് പാലം പൊളിഞ്ഞു വീഴും. വാഹനങ്ങൾ ഉണ്ടാക്കും, ട്രെയിനുകൾ ഉണ്ടാക്കും, കപ്പലുകൾ ഉണ്ടാക്കും, ഒക്കെ തന്നെ നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കും, പക്ഷെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ച് പോകും. അപ്പോൾ ഇതൊരു ഹാംഫുൾ എഫക്റ്റാണ്. ഓക്സിജനാണ് ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കാനുള്ള മറ്റ് മെറ്റലുകളൊക്കെ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണമാവുന്നത്. അതുപോലെ ഓക്സിജൻ ഏകദേശം എല്ലാ എലിമെൻറ്റുകളുമായി റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓക്സൈഡുകൾ ഫോം ചെയ്യും. ഒരു മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ആ മെറ്റൽ നശിച്ചു എന്നർത്ഥം. അയണിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യാണ് നമ്മൾ തുരുമ്പ് പിടിക്കാമെന്ന് വിളിക്കുന്നത്. അതോടുകൂടി ആ മെറ്റൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. മറ്റൊന്ന് നൈട്രജനാണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നൈട്രജൻ. കുറേയധികം അമിനോ ആസിഡുകളിൽ നൈട്രജൻ കണ്ടിട്ടുള്ള അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഈ പ്രോട്ടീനാണ് നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്നത്, ശരീരം വളരാൻ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് വിളിക്കുന്നത്. പ്രോട്ടീന് നമ്മൾ വളരുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മളുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാവില്ല, ശരിക്കും കൃത്യമായിട്ട് വളരില്ല. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് ധാരാളം മുലപ്പാൽ കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. മുലപ്പാലിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കോഴിമുട്ട, അതേപോലെ ചെറുപയർ പോലുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീന് ശരീര വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. നൈട്രജനെ ഓക്സിജൻ്റെ ഓവർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് നൈട്രജൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി.
78% നൈട്രജനാണ്, 20% ഓക്സിജനും ഉള്ളൂ. എങ്ങനെ നേരെ തിരിച്ച് 20% നൈട്രജൻ 78% ഓക്സിജൻ ആണെങ്കിൽ ഇവിടെ എപ്പോഴും തീപിടുത്തങ്ങളായിരിക്കും. കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്, പെട്ടെന്ന് തീപിടുത്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ നൈട്രജൻ്റെ പ്രസൻസ് ഓക്സിജൻ്റെ ഓവർ ആക്ടിവിറ്റികൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്ന സസ്യങ്ങളിൽ നിന്നാണ്. സസ്യങ്ങൾ പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ അവർക്ക് ആവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത്. മറ്റൊരു പ്രധാന ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു ആവറേജ് അളവാണ് നമ്മൾ നേരത്തെ 0.03% പറഞ്ഞത്. നമ്മളുടെ ആക്ടിവിറ്റി, അതായത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുക. എന്നാൽ സസ്യങ്ങൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഓക്സിജൻ പുറത്തു വിടും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലെങ്കിൽ സസ്യങ്ങളിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. എന്നിട്ടത് പാറകളുമായി റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് പിന്നെ നമ്മളുടെ വെള്ളത്തിന് ഒരു നാച്ചുറൽ ടേസ്റ്റ് നൽകുന്നത്. സസ്യങ്ങളുടെ വളർച്ചക്കൊക്കെ വളരെ അത്യാവശ്യമുള്ള ഘടകമാണിത്. കടലിൽ ഉപ്പുവെള്ളം ഉണ്ടാകുന്നത് ഇങ്ങനെ തന്നെയാണ്. കടലിൽ ഉപ്പുവെള്ളം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ധാരാളം സാൾട്ടുകളുടെ പ്രസൻസ് കടലിൽ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് കടലിന് സാൾട്ടി ടേസ്റ്റ്, ഉപ്പുവെള്ളത്തിൻ്റെ ടേസ്റ്റ് കടലിന് വരുന്നത്. ഭൂമിയിലുള്ള പാറകളിലൊക്കെയാണ് സാധാരണഗതിയിൽ ഈ മഗ്നീഷ്യവും അതേപോലെ സോഡിയം സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അത് കാർബൺ ഡൈ ഓക്സൈഡുമായി റിയാക്ട് ചെയ്തിട്ടാണ് ഇതേപോലുള്ള സാൾട്ടുകൾ പലതും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ഫുഡ് ഗ്രെയിൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റ് ഇൻസെക്റ്റുകളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി കഴിയും. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളൊരു റെഫ്രിജറൻറ്റിന് വേണ്ടി, അതായത് തണുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില പോർട്ടബിൾ ഫ്രിഡ്ജുകളായിട്ടൊക്കെ നമ്മൾ ഈ സാധനങ്ങളെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അരിറ്റഡ് ഡ്രിങ്ക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, 7up, കൊക്കക്കോള, സോഡയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. ഇതിലൊക്കെ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. സോഡ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്കറിയാം, വെള്ളം ഒരു കുപ്പിയിലെടുക്കും, എന്നിട്ട് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്താണത് കാർബണേറ്റഡ് ഡ്രിങ്ക് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ ഉപയോഗിക്കാറുണ്ട്. തീ കെടുത്താൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനേക്കാൾ ഹെവിയർ ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അത് ഓക്സിജനേക്കാൾ താഴെ വരും. ഓക്സിജനും തീയുമായിട്ടുള്ള കണക്ഷൻ കട്ടാവുകയും നമുക്ക് എളുപ്പത്തിൽ തീ കെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതേപോലെ ഹാംഫുൾ എഫക്റ്റും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗുരുതരമായ എഫക്റ്റുകളുണ്ട്. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനൊരു നമ്മൾ പറഞ്ഞ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ ഒരു നിശ്ചിത അളവുണ്ട്. അതിൽ കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. നിലവിൽ നമ്മളുടെ ശ്വസനം ശരിക്ക് ബ്രീത്തിങ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുള്ള ഒരു കാരണം. മറ്റൊന്ന് ബേണിംഗ് ആണ്. നമ്മൾ ബേൺ ചെയ്യുന്ന ഫോസിൽ ഫ്യൂവൽസിൽ നിന്നൊക്കെ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ സസ്യങ്ങൾക്ക് ഉപയോഗിച്ച് തീരാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകും. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. എന്തായാലും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമുക്കിതുകൊണ്ട് ഉണ്ടാകും. അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ് വാട്ടർ വേപ്പർ, അല്ലേ? നമുക്കറിയാം, ഇവാപ്പറേഷൻ വഴി വാട്ടർ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെത്തും. ഇവാപ്പറേഷൻ നടന്നുകൊണ്ടേ നിൽക്കുകയാണ്. വേപ്പറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റോഡിൽ നിന്ന് ഇങ്ങനെ വാട്ടർ വേപ്പർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഭൂമിയിൽ എവിടെയൊക്കെ വെള്ളമുണ്ടോ അതിൻ്റെ ടോപ്പ് ലെയർ ഇങ്ങനെ ഫുൾ ടൈം ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രണ്ട് രീതിയിലാണ് ഇവാപ്പറേഷൻ നടക്കുക. ഒന്നുകിൽ ടോപ്പ് ലെയർ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ബോയിൽ ചെയ്യുക, തിളപ്പിക്കുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാം. എന്തായാലും അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് ധാരാളം
ഉണ്ടാവും. ഇതും ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം വരും. ചില സ്ഥലങ്ങളിൽ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് വളരെ കുറവായിരിക്കും. ഈ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് ആണ് കൂളിംഗ്, അന്തരീക്ഷത്തിൽ തണുപ്പ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മൾ എ സിയുടെയൊക്കെ മെക്കാനിസം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. എയർ കൂളറുകൾ നമ്മൾ സാറിന് ഉപയോഗിക്കാറുണ്ട്. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉള്ള ഫാൻ ഓൺ ആക്കിയിട്ടാൽ അന്തരീക്ഷത്തിൽ വളരെ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് വെള്ളത്തെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് റൂമിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മഴയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വാട്ടർ വേപ്പറുകൾ. വാട്ടർ വേപ്പറുകളുടെ കണ്ടൻസേഷനാണ് ക്ലൗഡ് ഫോർമേഷന് കാരണമാവുന്നത്. മോയ്സ്റ്റ് എയർ മുകളിലേക്ക് ഉയരും. ഒരു നിശ്ചിത ഉയരെത്തിക്കഴിഞ്ഞാൽ വെള്ളം കണ്ടൻസേഷൻ നടക്കും. അതായത് വെള്ളം എന്ത് ചെയ്യും, ഈ വാട്ടർ വേപ്പർ തണുത്ത് വെള്ളമായി മാറും. ഓക്കെ, അങ്ങനെ വളരെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഫോം ചെയ്യും. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന വാട്ടർ വേപ്പർ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ടെമ്പറേച്ചർ കഴിയുകയും അത് തണുത്ത് വളരെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടറായിട്ട് മാറുകയും ചെയ്യും. അതിനുശേഷം ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെ സഹായത്തോടെ ഒട്ടിച്ചേർന്ന് വലിയ ഡ്രോപ്ലെറ്റുകളായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയുള്ള വളരെ ചെറിയ ഡ്രോപ്ലെറ്റുകളാണ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കിടക്കുന്നതാണ് നമ്മൾ മഴമേഘങ്ങളായിട്ട് നമ്മൾ ക്ലൗഡ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഷേപ്പിനും ഹൈറ്റിനും കളറിനൊക്കെ അനുസരിച്ച് വ്യത്യസ്ത തരം ക്ലൗഡുകൾ നമ്മൾ പറയാറുണ്ട്. ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ വേപ്പർ ബിഗിൻസ് ചേഞ്ച് ഇൻ ടു വാട്ടർ ഡ്രോപ്സ്. ഓക്കെ, വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്പായിട്ട് ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡ്രെയിനാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.